ദീപക് മലയമ്മയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. ദീപക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ പുകച്ചുരുളുകൾ ഉയരുന്നത് ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നാണ്. മുകൾ ഭാഗം ഇപ്പോൾ കത്തിക്കൊണ്ടേയിരിക്കുകയാണ് ദീപക്. നേരത്തെ അണച്ച ഇടങ്ങളിലും തീ ആളുന്നുണ്ടെന്ന് തോന്നുന്നു. ഓരോ ഘട്ടത്തിലും ഫയർ യൂണിറ്റുകൾ വെള്ളം തീരുന്നതിനനുസരിച്ച് പോയി നിറച്ചു വന്ന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഫയർ ഫൈറ്റിംഗ് ആ നിലയ്ക്ക് തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അണയ്ക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെ സാധനങ്ങളൊക്കെ ശേഖരിച്ചിരുന്ന അതിൻ്റെ നടുഭാഗത്ത്, അതായത് മധ്യഭാഗത്ത് പൂർണ്ണമായും തീ മുകൾ ഭാഗത്തേക്ക് ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഷീറ്റ് ഉൾപ്പെടെ തകർന്ന് അതിൻ്റെയും മുകൾ ഭാഗത്തേക്ക് തീ ചുരുളുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു വശത്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തി. അത് തീ അണച്ചിരിക്കുന്ന മേഖലയാണ്. അവിടെ വീണ്ടും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ നിലയ്ക്ക് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഫയർ യൂണിറ്റിനെ സംബന്ധിച്ച് ഉള്ളത്. ഒരു ബ്രീത്തിങ് അപ്പാരറ്റസ് ഉപയോഗിച്ച് അതിൻ്റെ അകത്തളത്തിലേക്ക് കടക്കാനോ അത് ഉപയോഗിച്ചുകൊണ്ട് അത് ഒഴിവാക്കാനോ ഒക്കെ കഴിയുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. എന്തായാലും വളരെ ദുഃഖകരമായ സാഹചര്യം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ദീപക്, നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ അതാ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. AK അഭിലാഷിന്റെ വീഡിയോ ജേർണലിസ്റ്റാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് തീ ആളിപ്പടരുകയാണ്, നിന്ന് കത്തുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ചീറ്റുന്നുണ്ട്. പക്ഷേ ആ വെള്ളമൊന്നും ഈ തീ കെടുത്താൻ പോരാ ദീപക്. നാട്ടുകാരുമൊക്കെ രക്ഷാപ്രവർത്തനം സജ്ജമായി നിൽക്കുന്നുണ്ട്. വേറെ അപകടത്തിലെ ആളപായത്തിലേക്ക് പോയിട്ടില്ല. സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് അതിനകത്ത് ആരും മനസ്സിലാക്കിയിടത്തോളം ആളപായമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപകടാവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയ കാര്യങ്ങൾ. അവിടെ തീപിടുത്തം നടന്നു. അവിടെ അടച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നം ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. നോക്കാം, പരിശോധിക്കാം. ഓക്കെ. സുജയ, ഡെപ്യൂട്ടി മേയറാണ് ഇപ്പോൾ സംസാരിച്ചത്. അതിനകത്ത് ആരുമില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി അവർ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ നിലയ്ക്ക് ആശങ്ക തൽക്കാലമില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റു ജില്ലകളിൽ കൂടിയുള്ള ഫയർ യൂണിറ്റുകളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. വ്യാപാരി വ്യവസായി സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുല്ലേട്ടൻ ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. സുല്ലേട്ട, വലിയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, മനസ്സിലായി. അതായത് സ്കൂൾ തുറക്കുന്ന സമയമാണല്ലോ. യൂണിഫോമുകളാണ് കണ്ടമാനം സ്റ്റോക്ക് എന്നപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത്. പിന്നെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്നൊരു സമയം കൂടിയാണിത്. അതായത് അടുത്ത വിപണി, സ്കൂൾ തുറക്കുന്ന വിപണി ഒക്കെ ആയിട്ടുള്ള വലിയൊരു നഷ്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഓണറോട് സംസാരിച്ചിരുന്നു. ഓണർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരമാണ് അവർക്ക് യൂണിഫോം ആണ്. ഇപ്പോൾ യൂണിഫോമിൻ്റെ മെറ്റീരിയലാണ് കൂടുതലായി സ്റ്റോക്ക് ചെയ്തത്. ഇപ്പോഴും തീ പടർന്ന് പിടിക്കുകയാണ്. സുജയ് പറഞ്ഞതുപോലെയാണ്, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. തീ അങ്ങനെ വലിയ രീതിയിൽ തന്നെ കൂടുതലായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത് അണയ്ക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് നീക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ACP ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ നിന്നും ഉള്ളത്. അവരൊക്കെ തന്നെ പൂർണ്ണമായും ഇവിടേക്ക് കൂടിയിരിക്കുന്ന ആളുകളോട് മാറി നിൽക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഫയർ യൂണിറ്റുകൾ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുഫീസിൽ സ്റ്റാൻഡിന് അകത്താണ്. അവിടെ തന്നെ 3 യൂണിറ്റുകൾ നിന്നുകൊണ്ട് ഒരേ സമയം തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വെള്ളം പൂർണ്ണമായും ഉള്ളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുൾപ്പെടെ ഉണ്ടാകുന്നത്. ACPയും ഒപ്പം തന്നെ മറ്റ് DCP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തി ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ള സ്ഥിതിവിശേഷം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആ തീ പൂർണ്ണ തോതിൽ നിയന്ത്രണ വിധേയമാക്കുന്നത് വരെ നേരത്തെ സുജയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ നഗരമധ്യത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് അല്പമെങ്കിലും മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാനിയോ മനോമി നിൽക്കുന്ന ഇടത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്.